ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുട്ടി പെരുന്നാൾ വ്ളോഗാണ്. രാവിലെ തന്നെ എല്ലാവരും പള്ളിയിലൊക്കെ പോയി. ആ സമയം കൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് പൊറോട്ട, പാലാട, ഒറട്ടി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ബീഫ് കറി. ഇത്രയായിരുന്നു ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ ഈസുകുട്ടി കുറച്ച് ഐസ്ക്രീം കൊണ്ട് തന്നായിരുന്നു. അവള് എനിക്ക് തന്നിട്ട് അവളും കഴിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടപ്പോ ബാക്കി എല്ലാവരും ഒരുക്കൊണ്ട് തന്നായിരുന്നു. ഇത് ഫിദു അങ്ങനെ ഐസ്ക്രീം തന്നു കഴിഞ്ഞപ്പോ അടുത്ത് മിന്നു വന്നു. കുഞ്ഞ് ഇതാ കഴിച്ചു എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് മായ്ച്ചും കൊണ്ട് തന്നായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കഴിക്കായിരുന്നു. കഴിച്ചെണീറ്റിട്ട് പിന്നെ ഈ പിള്ളേരൊക്കെ കളിക്കുന്നത് നോക്കി കുറച്ചു നേരം പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ 2-3 ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേരുടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സ്നിക്കേഴ്സ് കഴിക്കാന്ന് പറഞ്ഞു പോയപ്പോ എന്റെ സ്നിക്കേഴ്സ് ഇച്ചുകുട്ടി പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡിന്റെ പ്രിപ്പറേഷൻ തുടങ്ങി. ഇന്ന് എന്തായാലും ബിരിയാണി വെക്കണം. അപ്പൊ പിന്നെ മട്ടൻ ബിരിയാണി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഉമ്മാടെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ദം ചെയ്ത മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു. അതിന്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ പൊരട്ട്, ചിക്കൻ ഫ്രൈ, കുറച്ച് സവാള, അച്ചാറ്, പപ്പടം ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നേ. അതിന്റെ കൂടെ ഇസൂനെയും പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ പിള്ളേർക്ക് ഒരേ നിർബന്ധം എവിടെയെങ്കിലൊക്കെ പോണം. അങ്ങനെ പിന്നെ എല്ലാരും കൂടെ ശാസ്താംപാറയിൽ പോകാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാരും റെഡിയായി നിന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഒരു വിജനമായ ഏരിയ, നല്ല കാട് പോലത്തെ ഒരു പ്രദേശമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എൻട്രി ഫീസ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. 20 രൂപയോ 10 രൂപ അങ്ങനെ എന്തൊക്കെയോ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി. സ്റ്റെപ്പ് കയറി കുറച്ചങ്ങ് മുകളിലെത്തിയപ്പോ നല്ല വ്യൂ ആയിരുന്നു കാണാനായിട്ട്. ആകാശമൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി സ്ഥലം. ആകാശമൊക്കെ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അതുപോലെ താഴോട്ട് നോക്കുമ്പോഴും ഈ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കാണാമായിരുന്നു. അത് നല്ല രസമായിരുന്നു കാണാൻ.
അതിനുശേഷം ഞങ്ങള് പിള്ളേരെയൊക്കെ പിടിച്ചു നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. ഒരാളേൽ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ മറ്റേ ആൾ അങ്ങോട്ട് നോക്കും. അങ്ങനെ ഒരു വിധത്തില് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിരുത്തി 2-3 ഫോട്ടോസ് ഒക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയപ്പോ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരെല്ലാരും കൂടെ കുറെ നേരം അവിടെ നിന്ന് കളിക്കുമായിരുന്നു. കിട്ടിയ ചാൻസിൽ ഞാൻ ഒരു ഊഞ്ഞാലിരുന്ന് ആടിയിട്ടുണ്ടായിരുന്നു. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Dangerous times, don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world, but keep the sky on your mind. അങ്ങനെ പാർക്കിലെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും ടോപ്പിലോട്ടാണ് പോയത്. അവിടെ പോയതിനു ശേഷം അവിടെ ഇങ്ങനെ ആമ്പൽക്കുളം അല്ല ആമ്പലൊക്കെ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇറങ്ങുന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. സ്റ്റെപ്പ് ഒന്നുമില്ല, ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന സ്ഥലം. അപ്പൊ നമ്മളൊരു ബാലൻസിൽ അങ്ങ് ഇറങ്ങിപ്പോണം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് മിൽമയുടെ ഒരു കൂൾ ബാർ ഉണ്ടായിരുന്നു. അവിടെ പോയതിനു ശേഷം ഒരു മാംഗോ ബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിച്ചു. കുട്ടി നല്ല രീതിക്ക് ഐസ്ക്രീം ഒക്കെ തട്ടി വിടുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങള് എന്റെ വീട്ടിലോട്ടാണ് പോയത്. പെരുന്നാളായിട്ട് എന്തായാലും വീട്ടിൽ പോകണമല്ലോ. അങ്ങനെ പിന്നെ അവിടെ പോയപ്പോ പിന്നെ ഉമ്മച്ചി ഒരു ലൈം ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ദാഹം ഉണ്ടായിരുന്നു. മലയുടെ മണ്ടയിലൊക്കെ കയറിയതല്ലേ, അതിനുശേഷം വെള്ളമൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഐസ്ക്രീം മൊത്തം ഞങ്ങളങ്ങ് കുടിച്ചിട്ട് വിട്ടു. രാത്രിയായപ്പോ പിന്നെ ഇടിയപ്പവും ചിക്കനും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.